അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന വീടിന് മീതെ ചെന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാവചനിക ഭാഗങ്ങൾ, പഴയ നിയമത്തിൽ നിന്നുള്ള ആ പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ അതെങ്ങനെ നിവർത്തിയായി എന്ന ചിന്തകളാണ് ഇന്ന് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, യേശുക്രിസ്തുവിന്റെ ജനനം ഏത് ജനതയിൽ നടക്കും, ഏത് ഗോത്രത്തിൽ നടക്കും, ഏത് സ്ഥലത്ത് നടക്കും എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടിരുന്നു. സംഖ്യാപുസ്തകം 24 അധ്യായം 17 വാക്യത്തിൽ ബിലിയാം എന്ന പ്രവാചകൻ നടത്തിയ ഒരു പ്രവചന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ല താനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. അപ്പൊ ആത്മാവിൽ കാണുകയാണ്. ഞാൻ അവനെ കാണും, പക്ഷെ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കും, പക്ഷെ അടുത്തല്ല. ബിലിയാമിന്റെ കാലത്തല്ല നിവൃത്തിയാവാൻ പോകുന്നത്, പക്ഷെ അങ്ങനെ സംഭവിക്കും. അടുത്ത വാക്യം, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. ചെങ്കോൽ എന്ന വാക്കിന്റെ അർത്ഥം അധികാരം എന്ന അർത്ഥത്തിലാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ജനതയാണ്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഭൂമിയിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉദയം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കാറുണ്ട് എന്നാണ് പൊതുവെ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ജന്മവേളയിൽ അസാധാരണമായ ശോഭയുള്ള ഒരു നക്ഷത്രം ഉദിക്കുകയുണ്ടായി. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇനി ആ ജനത 12 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് ഇസ്രായേൽ എന്നുള്ളത്. അതിൽ ഏത് ഗോത്രത്തിൽ നിന്നായിരിക്കും യേശു ജനിക്കുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 10 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ, അധികാരം, യഹൂദയിൽ നിന്ന് രാജതന്നവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അപ്പൊ ഇസ്രായേൽ ജനത, അതിനൊരു ഗോത്രം. ഏത് ഗോത്രമാണ്? യഹൂദ ഗോത്രം. അവകാശമുള്ളവൻ യേശുക്രിസ്തു. അവൻ വരുന്നത് വരെയും ചെങ്കോൽ അഥവാ ആധിപത്യം യഹൂദയിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. യേശുവിനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്നാണ് പുതിയ നിയമത്തിൽ വിളിച്ചിരിക്കുന്നത്. ഇനി യേശു ജനിക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? മീഖാ പ്രവചനം 5 അധ്യായം 2 വാക്യം, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവിടെ 2 ഉത്ഭവങ്ങളെ കുറിച്ച് വായിക്കുന്നു. ഒന്ന് അവന്റെ ഉത്ഭവം എന്നാണ്, അത് പണ്ടേ ഉള്ളതും പുരാതനമായതുമാണ്. ഭൂമിയിൽ ഉദയം ചെയ്തപ്പോഴല്ല യേശുവിന്റെ അസ്തിത്വം. യോഹന്നാന്റെ സുവിശേഷ അധ്യായത്തിൽ കഥ പറയുന്നുണ്ട്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്. പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം. അപ്പോൾ ആ അനാദിയായിരുന്ന ദൈവം, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവൻ ഭൂമിയിൽ ഉത്ഭവിച്ചു. ആ സ്ഥലം എവിടെ? ബേത്ലഹേം എഫ്രാത്ത്. ബേത്ലഹേം എന്ന പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമമാണ് എഫ്രാത്ത എന്ന് പറയുന്നത്. ലൂക്കോസ് 2 അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ നിവർത്തി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് ദാവീദ് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചേർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രേത്ത് എന്ന പട്ടണം വിട്ടു. അടുത്ത വാക്യം, യഹൂദ്യയിലെ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. ബൈബിളിൽ ബേത്ലഹേം എന്ന ആ ചിന്തയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം. ഒരിക്കൽ ക്ഷാമമുണ്ടായപ്പോൾ എലീമലേക്കും തന്റെ ഭാര്യ നവോമിയും മക്കളായ മഹളോനും കില്യോനും കൂടെ മോവാബ് ദേശത്തേക്ക് പോയി. അവിടെ വെച്ച് മരണങ്ങൾ അവരെ വേട്ടയാടി. എലീമലേക്ക് മരിക്കുന്നു, മഹളോൻ മരിക്കുന്നു, കില്യോൻ മരിക്കുന്നു. 3 ആണുങ്ങളും മരിച്ചു. അവശേഷിച്ചത് 3 വിധവകളാണ്.
അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ആഹാരം കൊടുത്തു എന്ന വാർത്ത കേട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. ബേത്ലഹേം അപ്പത്തിന്റെ ഭവനമാണ്. അതിന്റെ പൊരുൾ നോക്കണം. ജീവന്റെ അപ്പമാണ് യേശു കർത്താവ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. ആ ജീവന്റെ അപ്പമായ ക്രിസ്തു ഉത്ഭവിച്ചത് ബേത്ലഹേമിലാണ്. ബേത്ലഹേം അമ്മ വ്യസനിക്കുന്ന സ്ഥലമായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നില്ല ബേത്ലഹേം എഫ്രാത്ത എന്ന്. ഈ എഫ്രാത്തയിൽ വെച്ച് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. റാഹേൽ ബെന്യാമീന് ജന്മം നൽകിയാണ്. ആ പ്രസവത്തോടുകൂടെ ആ സ്ത്രീ മരിക്കുകയാണ്. പിന്നീട് യാക്കോബ് പറയുന്നുണ്ട്, ബേത്ലഹേമിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ അവൾ മരിച്ചു. ഞാൻ അവളെ എഫ്രാത്തയിൽ അടക്കി. ആ സ്ത്രീ മരിക്കുന്നത് ദുഃഖത്തോടുകൂടെയാണ്. ദുഃഖത്തോടുകൂടെ അവൾ മരിച്ചു. ഉടനെ സൂതികർമ്മിണി അവളോട് പറഞ്ഞു, നീ ഒരു മകനെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അവൾ ആ ദുഃഖത്തോടുകൂടെ വിളിച്ചു പറഞ്ഞു, അവന് ബെനോനി എന്ന് പേരിട്ടിട്ട് കരഞ്ഞുകൊണ്ടാണ് ആ അമ്മ മരിച്ചത്. എന്താണ് ബെനോനി എന്ന വാക്കിന്റെ അർത്ഥം? എന്റെ ദുഃഖത്തിന്റെ പുത്രൻ. അമ്മ ദുഃഖിക്കുകയാണ്. ഇനി യിരെമ്യാ പ്രവചനത്തിൽ, യിരെമ്യാ പ്രവചനം 31-15 വാക്യത്തിൽ നോക്കിയാട്ട് ആ അമ്മയുടെ കരച്ചിൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളാൻ അവൾക്ക് മനസ്സില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ബാക്കി നിർത്തിയിട്ടാണ് അമ്മ കടന്നു പോകുന്നത്. ആരെയാണ്? റാഹേലിന് 2 മക്കൾ, ഒന്ന് യോസഫ്, മറ്റൊന്ന് ബെന്യാമീൻ. 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ആ മാതാവ് കടന്നു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. പുതിയ നിയമത്തിൽ ഈ യിരെമ്യാ പ്രവചനത്തിന്റെ വാക്യം എടുത്തുദ്ധരിക്കുന്നുണ്ട്. മത്തായി 2:17 റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവൾക്ക് ആശ്വാസം കൈക്കൊള്ളാൻ കഴിയുന്നില്ല. ബേത്ലഹേം എഫ്രാത്ത കണ്ണുനീരിന്റെ സ്ഥലമായിരുന്നു. അനാഥരായി പോയ കുഞ്ഞുങ്ങളെ കുറിച്ച് അമ്മ വ്യസനിക്കുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു അതേ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ലോകത്തോട് അറിയിച്ചൊരു സന്ദേശമുണ്ട്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുടുംബക്കാർക്ക് സന്തോഷമുണ്ടാകും, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സന്തോഷമുണ്ടാകും. അല്ലാതെ ലോകമെല്ലാം അതോർത്ത് സന്തോഷിക്കണമെന്നില്ല. അവിടെയാണ് അമ്മ കരഞ്ഞത്, അവിടെയാണ് വ്യസനമുണ്ടായത്. പക്ഷേ ആ വ്യസനങ്ങളെ മാറ്റാൻ ദൈവപുത്രൻ അവിടെ ഉദയം ചെയ്തു. എല്ലാവരുടെയും കണ്ണീരപ്പാൻ, എല്ലാവരുടെയും നെടുവിൽ പകറ്റാൻ, എല്ലാവരുടെയും നിലവിളിക്ക് പരിഹാരമായി സർവജനത്തിനുമുള്ള ഒരു മഹാസന്തോഷമായി ദൈവപുത്രൻ ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ളതാണ്. ബേത്ലഹേം അതിന്റെ മറ്റൊരു പ്രത്യേകത, ദാഹം കൊണ്ട് മനുഷ്യൻ പരവശനായി തീരുന്ന സ്ഥലമാണ് ബേത്ലഹേം. 2 ശമൂവേലിന്റെ പുസ്തകം 23:15 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാട്ടെ. ദാവീദ് ഒരിക്കൽ വളരെ ദാഹാർത്ഥനായിരിക്കുകയാണ്. ഉടനെ താൻ തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ബേത്ലഹേം പട്ടണവാതിക്കിലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ടു പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യ പാളയത്തിൽ കൂടി ചെന്ന് ബേത്ലഹേം പട്ടണവാതിക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാഹാർത്ഥരായിത്തീരുന്ന ഇടമായിരുന്നു ബേത്ലഹേം. പക്ഷേ ആ ബേത്ലഹേമിൽ ക്രിസ്തു ജനിച്ചു, സകല മനുഷ്യരുടെയും ദാഹം തീർക്കാൻ. കർത്താവ് പറയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. യെശയ്യാപ്രവചനം 7:14 വാക്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള മറ്റൊരു പ്രവചനം നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതുകൊണ്ട് ദൈവം തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന്
ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പഴയ നിയമത്തിൽ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഇതേ പ്രവചന ഭാഗം എടുത്തുദ്ധരിക്കുമ്പോൾ മത്തായി സുവിശേഷം 1:21 ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നല്ല, ആ ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ പേർ വിളിക്കപ്പെടും. ദൈവം നമ്മോട് കൂടെ. മത്തായി 1:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. അവളിൽ നിന്ന്. ബാക്കിയെല്ലാം പുരുഷന്മാരുടെ കാര്യമായിരുന്നു. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നാണ് ഗലാത്യ ലേഖനം 4:4 വായിക്കുന്നത്. എന്തുകൊണ്ട്? ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവർ നിരാശരായി ശാപഗ്രസ്തരായി പോയ വേളയിൽ അവർക്കൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ദൈവം ഒരു പ്രവചനം നൽകി, ഒരു വാഗ്ദത്തം നൽകി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സർപ്പം പിശാചാണ്. പിശാചിന്റെ തലയെ തകർക്കുന്ന യേശു ക്രിസ്തു ഒരു സ്ത്രീയുടെ സന്തതിയായി വരുമെന്ന് അവിടെ നമ്മൾ പ്രവചനം കാണുകയാണ്. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ചില പ്രവചന ചിന്തകൾ. മൂന്നാമത്തെ ചിന്ത യെശയ്യാപ്രവചനം 9:6 വാക്യമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ മകന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കിക്കേ. ഒന്ന്, ആധിപത്യം അവന്റെ തോളിലിരിക്കും. യെശയ്യാപ്രവചനം 22-ാമത്തെ വാക്യത്തിൽ ആ ആധിപത്യത്തെ കുറിച്ചുള്ള ഒരു വിവരണമുണ്ട്. നോക്കിക്കേ, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഇതേ വചനം പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ താക്കോലുള്ളവൻ ആരും അടയ്ക്കാതോണം തുറക്കുകയും ആരും തുറക്കാതോണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 2, അവൻ അത്ഭുത മന്ത്രിയാണ്. മലയാളത്തിലാണ് അത്ഭുത മന്ത്രി എന്ന് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ്. അതിശയവാനായ ആലോചനക്കാരനാണ്. ഇവിടെ മന്ത്രിസഭയിൽ ഓരോരുത്തർക്കും ഓരോരോ ചുമതല കൊടുക്കും. എല്ലാ ചുമതലയും കൂടെ ഒന്നിച്ച് വഹിപ്പാൻ കഴിവുള്ള ഏക മന്ത്രി അത്ഭുത മന്ത്രി. ഇവിടെ കൃഷിക്ക് ഒരു മന്ത്രിയുണ്ട്, എന്നാൽ യേശു ആമേൻ മുന്തിരിവള്ളിയാണ്. ഇവിടെ ഖനിഗർഭങ്ങളുടെ കാര്യം നോക്കാൻ ഒരു മന്ത്രിയുണ്ട്, എന്നാൽ യേശു യുഗങ്ങളുടെ പാറയാണ്. ഇവിടെ ഭക്ഷ്യ വകുപ്പ് എന്നൊരു വിഭാഗമുണ്ട്, എന്നാൽ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, എന്നാൽ അവൻ അത്ഭുത പ്രകാശം നൽകുന്നവനാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ അത്ഭുത മന്ത്രിയാണവൻ. 3, അവിടെ വായിക്കുന്നു, അവൻ വീരനാം ദൈവമാണ്. മൈറ്റി ഗാഡ്, സർവശക്തനായ ദൈവമാണ്. അടുത്തത് നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ. അവൻ ഇല്ലാതിരുന്നൊരു കാലമില്ല, അവൻ ഇല്ലാതാകുന്ന ഒരു കാലമില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അവനുള്ളവനാണ്. ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുവാനിരിക്കുന്നവനാണ്. അവൻ നിത്യപിതാവാണ്. അടുത്തത് സമാധാനത്തിന്റെ പ്രഭുവാണ്. ഭൂമിയിലായിരുന്നപ്പോ എത്രയോ പേർക്ക് യേശു സമാധാനം നൽകി. അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് യഹൂദന്മാരെ പേടിച്ച് അരണ്ടിരിക്കുമ്പോ യേശു നടുവിൽ ചെന്ന് നിന്നിട്ട് 3 പ്രാവശ്യം അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അവൻ തൻ്റെ ദിവ്യമായ സമാധാനം നമുക്ക് നദി പോലെ ഒഴുക്കി തരുന്ന കർത്താവാണ്. ഇനി യെശയ്യാപ്രവചനം 9-ാം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിന് മുകളിൽ നിന്ന് ഒന്ന് വായിച്ചു വരണം. 1, തിമിരങ്ങൾ മാറ്റുന്നവനാണവൻ. 1-ാമത്തെ വാക്യം നോക്കിക്കേ, കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം ഇനി നിലനിൽക്കുകയില്ല. തിമിരം ബാധിച്ചാൽ നമുക്ക് പലതും കാണാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം ഒരുക്കുന്ന നന്മകൾ കാണുവാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകുന്ന, തിമിരം മാറ്റുന്ന അത്ഭുത മന്ത്രിയാണവൻ.
രണ്ടാമത്തെ വാക്യത്തിൽ ഇരുട്ട് മാറ്റി വെളിച്ചം പകരുന്നവനാണവൻ. യശയ്യാ 9:2 ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശമുദിച്ചു. യേശു ആരാണ്? ഇരുട്ടിനെ മാറ്റുന്നവനാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുമെന്ന് അരുളി ചെയ്ത യേശു കർത്താവ് ഇരുളുകൾ മാറ്റുന്നവനാണ്. യശയ്യാ 9:2 ഈ വാക്യം പുതിയ നിയമത്തിൽ എടുത്തു ധരിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ വേദഭാഗം എടുത്തു ധരിച്ചിട്ട് ആ വെളിച്ചം പകരുന്ന ഗുരു യേശുവാണെന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരെ ഉള്ള നാടും ജാതികളുടെ ഗലീലയും അടുത്തത് ഇങ്ങനെ ഇരുട്ടിലിരുന്നൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇനി യശയ്യാ 9:4 നോക്കിയാട്ട്, അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കും. അവൻ ഒടിച്ചു കളയും. ആധിപത്യം അവന്റെ തോളിലായാൽ നിന്റെ തോളിലുള്ള നുകം അവൻ ഒടിച്ചു കളയും. നീ ചുമക്കുന്ന ശത്രുവിന്റെ നുകം, നിന്റെ ചുമലിലിരിക്കുന്ന ശത്രുവിന്റെ കോല്, നിന്നെ ദണ്ഡിപ്പിക്കുന്നവന്റെ കയ്യിലുള്ള വടി, അതെല്ലാം ഒടിച്ചു കളയാൻ കരുത്തുള്ളവനാണവൻ. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന, അവനെ പിടിച്ചു വച്ചിരിക്കുന്ന, അവന്റെ മേൽ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ആ മിദ്യാന്യ ശക്തികളുടെ വടിയും കോലും നുകവും ഒക്കെ ഒടിച്ചു കളയുന്ന സ്വാതന്ത്ര്യം തരുന്ന ഒരു നല്ല മന്ത്രി. ഇനി 5-ാമത്തെ വാക്യത്തിൽ അവന്റെ ആധിപത്യത്തിന്റെ അടുത്ത വിശദീകരണം നമ്മൾ വായിക്കുന്നുണ്ട്. യശയ്യാ 9:5 ഒച്ചയോട് ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായി തീരും. അവന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ വായിക്കുന്നത്. നിരപരാധികളെ കൊന്ന അവന്റെ വസ്ത്രം, അവന്റെ കാലിലെ ചെരുപ്പ്, തമ്പുരാൻ അവനെ മുഴുവൻ തീക്കിരയാക്കി തീർക്കും. ശത്രുവിന്റെ സകലവിധ ജയാരവത്തെയും അവൻ ഇല്ലാതാക്കും. ഇനി മത്തായി സുവിശേഷത്തില് 2-ാം അധ്യായത്തിൽ 15-23 വാക്യം, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു വരുത്തി എന്ന പ്രവചനം നിവർത്തിയാവണം. ഒന്നാമത് നമ്മൾ വായിച്ചത് മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന പ്രവചനം നിവർത്തിയാകാൻ ഇത് സംഭവിച്ചു. അവിടെ ഒറ്റ വചനമാണ് പ്രവചനം. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി, അത് ഹോശേയ 11-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. പക്ഷെ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു പ്രവാചകനും അങ്ങനെ ഒരു വചനം പറഞ്ഞിട്ടില്ല. എന്നാൽ 23-ാമത്തെ വാക്യത്തിൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ, ബഹുജനമാണ്, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകാൻ തക്കവണ്ണം അവൻ നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. പഴയ നിയമത്തിൽ എവിടെയോ ചിലയിടങ്ങളിൽ, കാരണം ബഹുജനമാണ്, ചിലയിടങ്ങളിൽ പ്രവാചകന്മാർ മുഖാന്തരം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ട്. എന്താ? അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. പക്ഷേ പഴയ നിയമത്തിൽ എങ്ങും തന്നെ ഒരു പ്രവാചകൻ പോലും അങ്ങനെ ഒരു പ്രവചനം പറഞ്ഞിട്ടില്ല. പിന്നെന്തേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്ന് അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയത്? നസ്രായൻ 2 നിവർത്തികൾ അതുമായി ചേർത്ത് ഞാൻ പറയാം. ഒന്ന്, നസ്രായൻ എന്ന പദം വന്നിരിക്കുന്നത് നെറ്റ്സർ എന്ന ഒരു എബ്രായ പദത്തിൽ നിന്നാണ്. നെറ്റ്സർ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം മുള എന്നാണ്. മുള എന്ന പേരിൽ യേശുവിനെ 3 പ്രവാചകന്മാർ വിളിച്ചിട്ടുണ്ട്. യശയ്യാ 11-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു. ഇശായി ബേത്ലഹേംകാരനാണ്, ദാവീദിന്റെ അപ്പനാണ്. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. പ്രവചന ആത്മാവിൽ പറയുകയാണ്. മുള എന്ന പേരിൽ യേശുവിനെ 4 വിളിച്ചിട്ടുണ്ട്. ആദ്യം യിരെമ്യാ 23-5 വാക്യം, ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ദാവീദിന്റെ മുള.
മത്തായി സുവിശേഷത്തിൽ യേശുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദാവീദിന്റെ മുള എന്ന പദം യേശുവിന്റെ രാജത്വത്തെയാണ് കാണിക്കുന്നത്. സക്കറിയ പ്രവചനം 3:8 അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ, ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ദാസനായ മുള. മർക്കോസ് സുവിശേഷത്തിൽ യേശുവിനെ ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദാസനായ മുള. 3 സക്കറിയ പ്രവചനം തന്നെ 6:12 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ. അപ്പൊ അവിടെ 3ാമത്തെ പദം മുള എന്ന പേരുള്ള ഒരു പുരുഷൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കുകയാണ്, മുള എന്ന പുരുഷൻ. ഇനി യെശയ്യാപ്രവചനം 4:2 അന്നാളിൽ യഹോവയുടെ മുള, യേശുവിന്റെ ദൈവത്വം. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ദൈവത്വമാണ് അവതരിപ്പിക്കുന്നത്, യഹോവയുടെ മുള. ഇനി ആ വാക്യത്തിന്റെ 2ാമത്തെ അർത്ഥത്തിലേക്ക് വരികയാണ്. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. പുതിയ നിയമത്തിൽ 15 വാക്യങ്ങളിൽ യേശുവിനെ നസ്രായൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞു. ഒരു ബാല്യക്കാരത്തിയുടെ മുമ്പാകെ യേശുവിനെ തള്ളിപ്പറയുമ്പോൾ മർക്കോസ് സുവിശേഷം 14:67 ആ സ്ത്രീ ഇങ്ങനെയാണ് പറയുന്നത്, നീയും നസ്രായനായ യേശുവിനോടുകൂടെ ആയിരുന്നു. യേശുവിന്റെ ക്രൂശിന് മുകളിൽ ഒരു കുറ്റപത്രം എഴുതി വെച്ചിരുന്നു. യോഹന്നാൻ 19:19 നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. റോമ, ലത്തീൻ, യവനായ ഭാഷകളിൽ കുറ്റപത്രം എഴുതി വെച്ചു. എന്താ? നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അന്വേഷിച്ച് സ്ത്രീകൾ ചെല്ലുമ്പോ ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞത്. മർക്കോസ് 16:6 ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. നസ്രായനായ യേശു. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 2:22 സ്തോത്രം, നസ്രായനായ യേശു എന്നാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. പത്രോസിന്റെ 2ാമത്തെ പ്രസംഗം അപ്പോസ്തലപ്രവൃത്തി 4:10 നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ യേശുവിനെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിനെ തന്നെ പൗലോസിന് പരിചയപ്പെടുത്തുന്ന ഒരു പദം, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാൻ. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. യോഹന്നാൻ 1:45 യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശുവിനെ ആളുകൾ പരിചയപ്പെട്ടു വരുന്നു. ഫിലിപ്പോസ് നഥനയേലിനോട് യേശുവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, നസ്രത്തുകാരനായ യേശുവിനെ ഞങ്ങൾ മശിഹയായി കണ്ടെത്തിയിരിക്കുന്നു. ലൂക്കോസ് 2:51 പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി വളർന്ന നസ്രത്തിൽ വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു പോന്നു. മർക്കോസ് 1:24 കഫർന്നഹൂമിലെ ഒരു ആലയത്തിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ യേശുവിനെ കണ്ടപ്പോൾ വിളിച്ചത് നസ്രായനായ യേശുവേ എന്നാണ്. ഭൂതങ്ങൾ പോലും തിരിച്ചറിഞ്ഞു അവൻ നസ്രായനാണെന്ന്. ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബഹളം. എന്താ ഈ ബഹളം എന്ന് ചോദിച്ചപ്പോ മർക്കോസ് 10:47 നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നറിയിക്കപ്പെട്ടു. എമ്മൗസ് യാത്രക്കാർക്ക് യേശുവിനെ ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ തർക്കിച്ചും വാദിച്ചും നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഞങ്ങളുടെ ഇടയിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള ഒരു പ്രവാചകനുണ്ടായിരുന്നു, നസ്രായനായ യേശു. കഴുതക്കുട്ടിപ്പുറത്ത് കയറി യേശു യെരൂശലേമിലേക്ക് ചെല്ലുന്നു. മത്തായി 21:11 ഈ ചെല്ലുന്ന യേശു ആരാണെന്ന് ജനത്തിനിടയിൽ ചർച്ച നടക്കുമ്പോ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള യേശു. ലോകമെല്ലാം എതിരായി മാറിയാലും ദൈവത്തിന്റെ മക്കളെ, നീ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് നിവർത്തിയായ നിരവധി വാക്യത്തെളിവുകൾ നമ്മൾ കണ്ടു. നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും അത് ഊവ് ഊവ് എന്നാകുന്നു. ഇനി നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. മത്തായി 2:9-10 വാക്യങ്ങളിലാണ് നമ്മൾ അവിടെ ആ വാക്ക് വായിക്കുന്നത്. രാജാവ് പറഞ്ഞത്
കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം എന്ന പദം 3 അർത്ഥങ്ങളിൽ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, യേശുവിനെ കാണിക്കാൻ നക്ഷത്രം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. വെളിപ്പാട് 22:16, ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയ നക്ഷത്രം ആകുന്നു. യേശുവിനെ വിളിച്ചേക്കുന്ന പേര് ഉദയ നക്ഷത്രം. പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. നേരം വെളുക്കുകയും ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ അഥവാ പ്രവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ നല്ലത്. 2, യേശു ജനിച്ചപ്പോൾ ആകാശത്തിൽ വെളിപ്പെട്ട ഒരു നക്ഷത്രം, ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടിരിക്കുന്നു. 3, വിശ്വാസികളെ കാണിക്കാനും നക്ഷത്രം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ കാണിക്കാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആലങ്കാരിക പദമായത് നക്ഷത്രം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ദാനിയേൽ പ്രവചനം 12-3 വാക്യം വായിച്ചാട്ട്, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. യൂദായുടെ ലേഖനത്തിൽ വക്രത ചൊരിയുന്ന നക്ഷത്രങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ ഭക്തനെ കുറിച്ച് വായിക്കുന്നത് അവർ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശമണ്ഡലങ്ങളിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. വക്രത ചൊരിയുന്ന നക്ഷത്രമല്ല, ശോഭിക്കപ്പെടുന്ന നക്ഷത്രം. യേശുവിന്റെ ജന്മവേളയിൽ വെളിപ്പെട്ട ആ നക്ഷത്രത്തിൽ നിന്ന് ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ കഴിയുന്ന 3 പ്രധാനപ്പെട്ട ചിന്തകൾ. 1, വിശ്വാസി ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം. ധാരാളം നക്ഷത്രങ്ങളുണ്ട് ആകാശത്തിൽ. പക്ഷേ യേശു ജനിച്ചപ്പോൾ ഒരു അസാധാരണ ശോഭയുള്ള നക്ഷത്രം, വാൽ നക്ഷത്രമെന്ന്, ഹാലിസ് കോമിറ്റ് എന്ന് ഒക്കെ ആളുകൾ പറയാറുണ്ട്. ഒരു കാര്യം സത്യം, ഒരു നക്ഷത്രം ആകാശത്ത് ഉദിച്ചു. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അല്ലേ? അപ്പൊ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആളുകൾ അത് ശ്രദ്ധിച്ചത്. നിന്നെ ആളുകൾ നോക്കുമ്പോ നിന്നിൽ ഒരു പ്രത്യേകത കാണണം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മുഖത്ത് ഒരു അസാധാരണമായ ശോഭയുണ്ട്. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. 40 ദിവസം തേജോമയനായ ദൈവത്തോടു കൂടെ ഇരുന്ന മോശെ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്, അവന്റെ ത്വക്ക് ശോഭിക്കുകയാണ്. സ്തെഫാനോസ് കർത്താവിനെ കാണുന്നു. തിരുവെഴുത്തിൽ വായിക്കുകയാണ്, അവന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അസാധാരണമായൊരു ശോഭ, ദൈവികമായൊരു ശോഭ, അഭൗമമായൊരു ശോഭ ഒരു ഭക്തന്റെ മുഖത്ത് ഉണ്ടായിരിക്കണം. 2, യേശുവിന്റെ അടുക്കൽ എത്താൻ ചിലർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ നാം ഒരു ഉപകരണമായി തീരണം. കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന വീടിന് മീതെ ചെന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ആ വിദ്വാൻമാർക്ക് തനിയെ യേശുവിന്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ലായിരുന്നു. ഒരുത്തൻ MA വരെ പഠിച്ചു എന്നതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല. ഏത് പണ്ഡിതനെയും കർത്താവിലേക്ക് നയിക്കാൻ ഒരാളെ വേണം. ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? 3, യേശുള്ള ഭവനം ഏതാണെന്ന് ആ നക്ഷത്രം കാണിച്ചു കൊടുത്തു. ശിശു ഇരിക്കുന്ന വീടിന് മീതെ ചെന്ന് നിൽക്കുവോളം നക്ഷത്രം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഇടയ്ക്ക് വെച്ച് അവർ നക്ഷത്രത്തിന്റെ വഴിതെളിക്കൽ വിട്ടുകളഞ്ഞിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ കരച്ചിലുകളാണ്, ദുഃഖങ്ങളാണ്, അന്താളിപ്പുകളാണ്, ചോദ്യങ്ങളാണ്, വിഭ്രമിച്ചു പോകുന്ന അനുഭവങ്ങളാണ്. പക്ഷേ പിന്മാറ്റക്കാരനെ നേടാൻ പിന്മാറ്റക്കാരനായി പോയില്ല. അവരങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് പുറകെ പോയേക്കാമെന്ന് പറഞ്ഞ് നക്ഷത്രം പോയില്ല. നക്ഷത്രം അവിടെ തന്നെ നിന്നു. നിന്നെ ദൈവമാക്കിയിരിക്കുന്നത് ഉന്നതമായൊരു സ്ഥാനത്താണ്. നീ അവിടെ തന്നെ നിന്നാൽ മാത്രമേ പിന്മാറ്റക്കാരന്റെ മടങ്ങി വരവ് കാണാനുള്ള ഭാഗ്യം നിന്റെ കണ്ണുകൾക്ക് കിട്ടുകയുള്ളൂ. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. മടങ്ങി വരുമ്പോഴും നക്ഷത്രം അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാ. പോയാൽ പോട്ടെ എന്ന് പറഞ്ഞ നക്ഷത്രം അപ്രത്യക്ഷമായില്ല, അത് കാത്തു നിൽക്കുകയാണ്. അവിടെയാണ് വചനം, നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നെടുമ്പാശ്ശേരിയിൽ
ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8060899167 9946997525.